സെൻസർ ബോർഡുകാരുടെ തലയ്ക്കാണ് ആദ്യം കത്തിവെക്കേണ്ടത്. എന്ത് നിയമമാണ് ഇവർ നടപ്പാക്കുന്നത്? ഒരു സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്ത എന്ത് തോന്നിയാസാണ് ഇവർ കാണിക്കുന്നത്? ഇപ്പോൾ ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ എന്ന ചിത്രത്തിന് ബീഫ് ബിരിയാണി കഴിക്കുന്നതാണ് പ്രശ്നം. ബീഫ് ബിരിയാണി കഴിക്കുന്ന ഭാഗം ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണം. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധനമുണ്ട്. കേരളത്തിലാണെങ്കിൽ ബീഫ് നിരോധനമില്ല. ഈ ഒരു മലയാള സിനിമയിൽ ബീഫ് കഴിക്കുന്നത് കാണിച്ചാൽ ആ സിനിമയിൽ ആ രംഗം ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണ്? ഇങ്ങനെയുള്ള ഇവിടെ സെൻസർ ബോർഡ് പറയുന്നതനുസരിച്ചാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ജീവിക്കുന്നത്. ഇവിടെ ആളുകളോട് ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞ് അനുസരിച്ച് ഇവിടെ എല്ലാവരും ബീഫ് കഴിക്കാതിരിക്കുന്നുണ്ടോ? പല ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ബീഫ്. അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരവരുടെ ആവശ്യമാണ്. ഇന്ത്യൻ ഭരണകൂടം ഇനി നിങ്ങൾ ബീഫ് കഴിക്കരുതെന്നൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ബീഫ് നിരോധനം ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കി, അത് അവരുടെ ഇഷ്ടം. ഇവിടെ ഈ കേരളത്തിലൊന്നും ഒരിടത്തും ബീഫ് നിരോധിച്ചിട്ടില്ല. ബീഫ് ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സെൻസർ ബോർഡ് സിനിമയിൽ ബീഫ് കഴിക്കുന്ന ഭാഗം ഒഴിവാക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സംഘം, കാവൽ, ധ്വജപ്രമാണം തുടങ്ങിയ വാക്കുകളൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം എന്ന് പറയുന്നത് ഒഴിവാക്കണം. എന്നിങ്ങനെ പല നിർദ്ദേശങ്ങളാണ് ആ സിനിമയെ വിജയത്തെ ബാധിക്കുന്ന തരത്തിൽ സെൻസർ ബോർഡ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത്തരം ഭാഗങ്ങൾ നിരോധിക്കണമെന്ന് തന്നെയാണ്, ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നതാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത്. പല സിനിമയും ഇന്ന് എഴുതുന്നവർ ഇന്ന കാര്യങ്ങൾ പാടില്ല, സിനിമയ്ക്ക് ചേർന്ന പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സിനിമ ചെയ്യണമെന്ന അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ കഷ്ടമാണ്. സിനിമയെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല ഈ ജാനകി എന്ന സിനിമ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായപ്പോൾ അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കണ്ടു. അതിന് തൊട്ട് മുമ്പ് എമ്പുരാൻ എന്ന സിനിമയിലും ഇത്തരം വിവാദങ്ങൾക്കെതിരെ ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാകുകയും കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. എന്ത് തോന്നിവാസമാണ് ഈ സെൻസർ ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സെൻസർ ബോർഡിൻ്റെ ഈ നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെ സിനിമയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത്തരം ഒരു പ്രവണതയെ സർക്കാരുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കോടതിയൊക്കെ ഇടപെട്ട് ഇത്തരം സിനിമകൾക്കുള്ള ഈ കഥാപാത്രങ്ങൾ കഥയ്ക്കും അനുയോജ്യമായ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയോട് സെൻസർ ബോർഡ് കാണിക്കുന്ന അവഗണന എനിക്കൊരു പരിഹാരം കാണാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ പല സിനിമകൾക്കും വേണ്ടി എഴുതുന്ന പല കഥകളും സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ മൂലം സിനിമയ്ക്ക് അനുയോജ്യമല്ലാത്ത കഥാവസ്തുവായി തീരും. സിനിമ എന്ന വ്യവസായത്തെ തന്നെ തകർക്കുന്നൊരു സ്ഥലത്തിലേക്ക് അത് ചെന്നെത്തുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാകുക തന്നെ വേണം.